കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം നടത്തി. അതേ തുടർന്ന് അറസ്റ്റിലായിരുന്ന ജയിലിലായിരുന്ന KSU പ്രവർത്തകർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. KSU പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ജാമ്യം കിട്ടിയ പ്രവർത്തകരെ വലിയ സ്വീകരണം നൽകിയാണ് KSU പ്രവർത്തകർ സ്വീകരിക്കുന്നത്. കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഞങ്ങളെ ജയിലിൽ അടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, മുന്നേ ഷുക്കൂറിനെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച സമയത്ത് പി ജയരാജനെ ഇതുപോലെ തന്നെ തടഞ്ഞു വെച്ചു എന്ന വ്യാജ പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് ജില്ലക്കകത്തും അതുപോലെ തന്നെ കേരളത്തിനകത്തും വലിയ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള CPIM പാർട്ടി ഇന്ന് മന്ത്രിയെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നതിന്റെ പേരിൽ വ്യാജ ആരോപണം ഉന്നയിച്ച് കേരളത്തിനകത്തുള്ള കണ്ണൂർ ജില്ലക്കകത്തുള്ള കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസുകൾ, കോൺഗ്രസിന്റെ പ്രവർത്തകർ, കോൺഗ്രസിന്റെ പതാകകൾ, KSUവിനെ ഒക്കെ തന്നെ താറടിച്ചു കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് നടന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ജാമ്യത്തിന്റെ റിപ്പോർട്ടിനകത്തടക്കം വ്യക്തമാണ്. ഇവിടുത്തെ SI ഉൾപ്പെടെയുള്ള ആളുകൾ മാരകായുധങ്ങൾ ഉപയോഗിക്കാത്ത രീതിയിലാണ് ഇവർ കരിങ്കൊടി പ്രതിഷേധവുമായിട്ടാണ് കടന്നു വന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്ന സാഹചര്യം ഉണ്ടായി. നിങ്ങൾക്കറിയാം, ഈ റംസാൻ മാസക്കാലത്ത് ഉബാസും അതുപോലെ തന്നെ യാസീൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെ ജയിലിനടയിൽ നിന്നും പെരുന്നാളിന്റെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ഈ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഏത് നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയാം. നമുക്കറിയാം, ഇതൊരു ഭരണകൂട വേട്ടയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവരുടെ ഭീകരതയാണ്. കേന്ദ്രത്തിനകത്ത് പ്രതിഷേധങ്ങളെ നരേന്ദ്രമോദി എങ്ങനെയാണോ നോക്കിക്കാണുന്നത്, അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്, അതുപോലെ കേരളത്തിനകത്ത് ഇടതുപക്ഷ സർക്കാർ ഇവരെ ഇടതുപക്ഷം എന്ന് വിളിക്കാൻ സാധിക്കില്ല. അവർ തീവ്ര വലതുപക്ഷമായി മാറിക്കൊണ്ട് നിലയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ AN ഷംസീറിന്റെ തിരക്കഥയിൽ ഗവൺമെന്റ് സംവിധാനത്തിൽ മന്ത്രി നിറഞ്ഞാടി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയായി, പൊട്ടിപ്പാളീസായ ഒരു സിനിമയായി ഈ ഒരു തിരക്കഥകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾക്കറിയാം, കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ, പ്രതിഷേധം സംഘടിപ്പിച്ചതിന്റെ പേരിൽ, ഞങ്ങൾ ഈ ഭരണവർഗത്തിന്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ ഈ നിലയിൽ വേട്ടയാടുന്ന സർക്കാരിനോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. ജയിലറ ഞങ്ങളേറെ കണ്ടവരാണ്. കണ്ണൂരിലെ KSU ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളുമായി, പ്രതിഷേധങ്ങളുമായി ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ട സ്ഥിതിക്ക് ഇനിയുള്ള പ്രതിഷേധങ്ങളിലൊക്കെ തന്നെ സജീവമായി നമ്മൾ ഉണ്ടാകുമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഫെലിക്സ് ഉണ്ട് വിവരങ്ങളുമായി. ഫെലിക്സ്, വലിയ സ്വീകരണം, വലിയ ഒരു ആൾക്കൂട്ടം തന്നെ അവിടെ കാണാം. അതായത് ഈ കേസിൽ ആക്രമിച്ചതിന്, കയ്യിൽ ആയുധം വെച്ച് ആക്രമിച്ചതിന് തെളിവില്ല എന്നൊക്കെയുള്ള കോടതിയുടെ വിലയിരുത്തലിനെ ഒരു ആഘോഷപൂർവ്വം തന്നെയാണ് അവർ സ്വീകരിക്കുന്നത് തോന്നുന്നു, അല്ലേ? ശ്രീജ, ഇന്നലെയാണ് ഈ ജാമ്യം ഉത്തരവ് പുറത്തു വന്ന. ആ ഉത്തരവിൽ തന്നെ ഇതിൽ തെളിവുകൾ, വധശ്രമത്തിന് തെളിവുകളില്ല, ആയുധം ഉപയോഗിച്ചതിന് തെളിവുകളില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോൾ ഉപാധികളൊക്കെ പൂർത്തിയാക്കി അല്പസമയത്തിന് മുൻപാണ് 5 KSU പ്രവർത്തകരും ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയത്. കണ്ണൂർ ജില്ലാ KSU പ്രസിഡന്റ് MC അതുൽ അടക്കം 5 പേർ. 5 പേരെയും ഇപ്പോൾ വലിയ സ്വീകരണമാണ് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഭാഗത്തുനിന്ന് നൽകി. പ്രകടനമായി KSU പ്രവർത്തകർ കണ്ണൂർ ടൗണിലേക്ക് പോകുന്നതാണ്. അതായത് ഈ വിഷയത്തിൽ വധശ്രമ കുറ്റമടക്കം ചുമത്തേണ്ട ഒന്നുമില്ലാതിട്ടും ആയുധം ഉപയോഗിച്ച് നടക്കം വ്യാജ പരാതി നൽകിക്കൊണ്ട് FIR ഇടുകയും പിന്നീട് പോലീസിന് തന്നെ കോടതിയിൽ വെച്ച് തിരിച്ചടി ഏൽക്കേണ്ടി വരികയും ചെയ്തു എന്നതാണ് KSU അടക്കം വ്യക്തമാക്കുന്നത്. ഏതായാലും 16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഈ കേസിൽ ഈ പോലീസ് ചുമത്തിയ വകുപ്പുകൾ അതിൽ യാതൊരു തെളിവുകളുമില്ല എന്ന് കോടതി കണ്ടെത്തിയിരുന്നത്. ഏറ്റവും പ്രധാനം, ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ചതിന് മെഡിക്കൽ റിപ്പോർട്ടിൽ തെളിവുകളില്ല, ഡോക്ടറുടെ മൊഴിയിൽ തെളിവില്ല, ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർ നൽകിയ മൊഴിയിലും ഈ പറയുന്ന ആയുധം ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെ ഈ കേസ് പോലീസിന് വലിയ തിരിച്ചടി തന്നെയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ജാമ്യം കിട്ടി 5 പ്രവർത്തകരും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്.